3 കിലോ വരുന്ന കോഴി നന്നായിട്ട് കഴുകി ഇതുപോലെ വരഞ്ഞ് അകമൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെക്കുക. ഇനി വേണ്ടത് ചിക്കൻ ക്യൂബാണ്. അതല്ലെങ്കിൽ മാഗി ക്യൂബ് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കറിക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. 3-4 തക്കാളി എടുത്തിട്ടുണ്ട്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഉപ്പ്, മഞ്ഞൾ, കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ തന്നെ വിനെഗറും ചേർത്ത് നന്നായിട്ട് ചിക്കൻ മാരിനേഷൻ ചെയ്യുക. മാരിനേഷൻ ചെയ്ത ചിക്കൻ നമ്മൾ പ്രഷർ കുക്കറിൽ ഒരു 4 വിസിൽ കേൾക്കുന്നതിന് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ടായിരിക്കും. ആ ഒരു സമയത്തെ കുറച്ച് മാത്രം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ഇടികല്ലിലിട്ട് ഇതുപോലെ ചതച്ചെടുക്കുക. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. 4 വിസിൽ കേട്ട നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ടേ. ഒരു വലിയ ഉരുളിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ബേ ലീവ്സും കടുകും കറിവേപ്പിലയും സവോള കട്ട് ചെയ്തതും തക്കാളിയും അതുപോലെ തന്നെ ചിക്കൻ ക്യൂബും ആവശ്യത്തിന് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ട് നന്നായിട്ട് മാരിനേഷൻ ചെയ്ത് അത്യാവശ്യം നേരം അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഉള്ളി നന്നായിട്ട് വഴണ്ടുടഞ്ഞു വരുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് വേണം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാൻ. അതിനിടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എരിവുള്ള പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം. നന്നായി വഴണ്ട് വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ പെരിഞ്ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, ഇത്രയും മസാലകളിട്ട് നന്നായിട്ട് മസാലയൊന്ന് ചൂടാക്കിയെടുക്കുക. പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ ഫുള്ളായിട്ട് ഉരുളിയിലേക്കിട്ട് മസാല വാരി പൊത്തി ഒരു 10-15 മിനിറ്റോളം അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ പോവാണേ. ചിക്കൻ വെന്ത് വരുമ്പോൾ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ കംപ്ലീറ്റ് സ്റ്റോക്കും നമ്മൾ ഈ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അത് നിങ്ങൾ റിമൂവ് ചെയ്യരുത്. ഇതാണ് നമ്മുടെ കറിക്ക് നല്ല യമണ്ടൻ ടേസ്റ്റ് തരുന്നത്. ഫ്ലെയിം വളരെ കുറച്ച് 20 മിനിറ്റ് ദം ചെയ്ത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ചിക്കനാണിത്. കംപ്ലീറ്റ് ആയിട്ട് വെന്ത് മസാലയൊക്കെ പിടിച്ച് നല്ല ഫ്ലേവർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സവോള കട്ട് ചെയ്തതും നല്ല പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിച്ചത് ഇതിന് മസ്റ്റാണേ.
പ്രഷർ കുക്കറിൽ മാരിനേഷൻ ചെയ്ത് 4 വിസിൽ കേട്ട് വേവിച്ച് ഗ്രേവി സെറ്റാക്കി 20 മിനിറ്റ് ദം ചെയ്ത് വേവിച്ചെടുത്തിട്ടുള്ള നല്ല തിക്ക് ഗ്രേവിയുടെ ഒരു ഫുൾ കോഴിക്കറിയുടെ റെസിപ്പിയാണിത്. ഒരു കോഴി റോസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അതൊന്ന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. സാധാരണ ചിക്കൻ കറി കഴിക്കുന്ന പോലെയല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷും ഉള്ളിലേക്ക് നന്നായി മസാല ഇറങ്ങിയിട്ടുള്ള ഒരു ഫ്ലേവറുമാണ് ഇതിന് കിട്ടുന്നത്. നല്ല ചൂട് മൊരിഞ്ഞ പൊറോട്ടയുടെയൊക്കെ കൂടെ അതിൽ കുറച്ച് ഗ്രേവിയൊക്കെ മുക്കി ഒരു ചെറിയ പീസ് ഇങ്ങനെ പിച്ചിയെടുത്ത് 2-3 സവോളയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ചിക്കൻ കറി തന്നെയാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ദിസ് ഈസ് ബൈ ഫ്രം സൂര്യ.